ഹലോ കൂട്ടുകാരെ, ഞാനീ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ അടുത്ത് ആലപ്പുഴയിൽ തന്നെ കുന്നങ്കേരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് സാധനങ്ങൾ കടയിൽ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കടയിൽ സാധനം കൊടുത്ത് പെട്ടെന്ന് എൻ്റെ വണ്ടിയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ മഴയുണ്ട്, ചെറുതായിട്ട് മഴയുണ്ട്, ഇവിടേക്ക് വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കൂടെയാണ് പോയത്. അപ്പോൾ ഒരു 2-3 പേരെന്നെ സഹായിച്ചിട്ടാണ് ഞാൻ വണ്ടി 2 വീലും താഴ്ന്നായിരുന്നു. കാരണം ആ ഏരിയയിലോട്ടുള്ള വഴിക്ക് വെള്ളം ഉണ്ടെന്നുള്ളത് ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. പിന്നെ എൻ്റെ മനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതോറും വലിയ വെള്ളം ആയിട്ട് തോന്നിയില്ല, റോഡിൽ പരക്കെ കിടക്കുന്ന വെള്ളമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാനങ്ങനെ പോയി എന്തായാലും 2-3 പേരുടെ സഹായം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തെത്തി. 2-3 കട കഴിഞ്ഞ് അടുത്ത കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു മോൻ എൻ്റെ എതിരെ വരുന്നുണ്ടായിരുന്നു. എൻ്റെ കണക്കൂട്ടിലൊരു 6ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് പ്രായമുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ചില കുടുംബങ്ങളിൽ അവർ മക്കളെ വളർത്തുന്ന ഒരു രീതി, അതെനിക്ക് ആ കുട്ടിയുടെ ഒരു പ്രവൃത്തിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം അവൻ സൈക്കിളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ വേറൊരു കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ച് തിരികെ വരുന്നൊരു രംഗമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവൻ്റെ വണ്ടിയിൽ നിന്ന് കവർ പാലുണ്ടല്ലോ, അത് താഴെ വീണ് പോയി കഴിഞ്ഞപ്പോൾ അവൻ ആ വണ്ടി സൈക്കിളിലാണ് ആ സൈക്കിള് അവനവിടെ നിർത്തി വെച്ചിട്ട് അവൻ ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പാലെടുത്തിട്ട് ഇവൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവൻ ആ പാല് യഥാസ്ഥാനത്ത് വെച്ച് കെട്ടി, കവർ ആ വണ്ടിയുടെ ഇതുമ്മ വെച്ച് കെട്ടിയിട്ട് അവൻ അതേ പിടിച്ച് ഇങ്ങനെ തൊട്ട് നമിക്കുകയാണ്. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് നമുക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചിരി വന്നു. പക്ഷേ ഞാൻ അടുത്ത നിമിഷം ഞാൻ ചിന്തിച്ചു. കാരണം അവൻ്റെ വീട്ടിൽ ഒരു കീഴ്വഴക്കം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ആ കുട്ടിയെ ചെയ്തത്. നമ്മളിപ്പോൾ പണ്ടൊക്കെ എന്താ പറയുക, പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പം ബുക്കൊക്കെ ചവിട്ടാണെങ്കിൽ, പാഠപുസ്തകങ്ങളൊക്കെ ചവിട്ടാണെങ്കിൽ അമ്മമാർ അല്ലെങ്കിൽ അപ്പച്ചന്മാർ പറയും അത് തൊട്ട് നിറുകെ വയ്ക്കാൻ പറയും. സെയിം ആ ഒരു സംഭവം തന്നെയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ കുറേയൊക്കെ ഗുണവിശേഷങ്ങളുണ്ട്. പക്ഷേ ആ ഗുണവിശേഷങ്ങൾ തകർക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ആ തകർക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളൊക്കെ വളരെ മനോഹരമായ നല്ല മക്കളാണ് കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും ചില തെറ്റുകളൊക്കെ അവരുടെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഇതുപോലുള്ള കുട്ടിയാണല്ലോ എനിക്ക് എന്നുള്ളത്. ഏത് മാതാപിതാക്കളും, അതായത് ഓരോ മാതാപിതാക്കളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ ഒരുപാട് മനസ്സുകൊണ്ട് വേദനിക്കാറുണ്ട്. പക്ഷേ ചില നന്മകൾ അവരിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ എനിക്ക് മഴയാണ്, എനിക്ക് അവനോട് നിന്ന് സംസാരിക്കാൻ, അവൻ്റെ പേര് പോലും ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം കുട്ടികളിൽ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ കുഞ്ഞുങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ കുറേ ഗുണഗണങ്ങൾ, അത് ഒരു 100-ൽ 50% നഷ്ടപ്പെട്ടു പോയി, 50% നഷ്ടപ്പെടാത്ത മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം നമ്മൾ നഷ്ടപ്പെട്ടു പോയിന്ന നമ്മുടെ മക്കളിലെ ചില മാതാപിതാക്കൾ തേങ്ങാറുണ്ട്, ഞങ്ങളുടെ മക്കൾ അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പം ഇങ്ങനെയൊന്നല്ല, പല ഗുണങ്ങൾ അവർക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നെഗറ്റീവായിട്ടാണ് അവർ പെരുമാറുന്നത്. വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ ആ തെറ്റുകളെ പറഞ്ഞ് അതിക്രമിപ്പിച്ച് അല്ലെങ്കിൽ അധികരിപ്പിച്ച് അവർ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യമൊക്കെ ഒന്ന് അവരെ തിരുത്തിയിട്ടും പറ്റില്ലെങ്കിൽ അവർക്ക് പറ്റിയ കൗൺസിലർമാരെ കാണി അവരെ കൊണ്ടുപോയിട്ടൊന്ന് സംസാരിപ്പിക്കുകയും അങ്ങനെയുള്ളൊരു മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പൊക്കെ അവർക്ക് എടുപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ അകന്നുപോയ മക്കളൊക്കെ നമുക്ക് തിരിച്ചു വരും. ഒരിക്കൽ ഞാൻ പള്ള സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ബുക്കാനയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ചേട്ടൻ, ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നൊരു ഇറച്ചി വെട്ടുന്ന കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ജോലി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ബുക്കാന സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, ആഴ്ച 2 ദിവസം ഞാനവിടെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അനിയത്തി അവിടെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ കുട്ടീനെ പരിചയപ്പെടുന്നത്. അങ്ങനെ എന്തോ 1-2 വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നത്തെ ആഴ്ച ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു വീട്ടിൽ നിന്ന് നേരത്തെ പോകണോ എന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലൊന്നും പോകാറില്ല, ഞാൻ വീട്ടിലൊന്നും കിടക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എവിടെ കിടക്കണം, ഞാൻ കൂട്ടുകാരുടെ അടുത്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അനിയത്തിക്ക് ആയിട്ട് എങ്ങനെയാണ് ചോദിച്ചപ്പോൾ അവളായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാലങ്ങളായെന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും സങ്കടം വന്നു. കാരണം ആ കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, ഇവനാണെങ്കിൽ ഇവരെ ഏജ് വ്യത്യാസമുണ്ട്. പക്ഷേ വീട്ടിലുള്ള ആ ഒരു അകൽച്ച, കാരണം വയസ്സ് ഡിഫറൻ്റ് ഉണ്ടെങ്കിലും സഹോദരൻ സഹോദരി അല്ലാതാകുന്നില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വ്യക്തികൾക്ക് കൊടുക്കുന്ന സ്ഥാനം അത് കുറച്ചും കൂടി നമ്മൾ പ്രശ്നങ്ങളില്ലാത്ത വീടുകളൊന്നുമില്ല. എൻ്റെ വീട്ടിലും പ്രശ്നമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെ നമ്മൾ അധികരിപ്പിക്കാതെ കൂടുതലും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ തിരുത്തലുകൾ നൽകുകയാണെങ്കിൽ നമ്മുടെ മക്കൾ വഴി തെറ്റാതെ അല്ലെങ്കിൽ സഹോദര സ്നേഹത്തിൽ തന്നെ വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, കുറേ മൂല്യങ്ങൾ. അതിൽ വീഴ്ച പറ്റുമ്പോൾ നമ്മുടെ സമൂഹം തന്നെ അതിന് എതിരെ പ്രതികരിക്കും. അപ്പോൾ ആ പ്രതികരണത്തിലൂടെ ചില മക്കൾ വളരെ നന്നായിട്ട് തിരിച്ചു വരും. ആയതിനാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പണ്ടത്തെ ആ ഒരു ശൈലി, അതായത് മുഴുവനല്ല ഞാൻ പറഞ്ഞത്, നന്മയുടെ കുറേ ശൈലികളുണ്ട്. ഈ ഞാൻ പറഞ്ഞ പോലെ കീഴ്വഴക്കങ്ങൾ അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ സമൂഹം ബെറ്ററാവും. ചില വീടുകളിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ എടാ പൊടി എടി അങ്ങനത്തെയൊക്കെയുള്ള വിളികളൊക്കെ ആയിരിക്കും കൂടുതലും. ഒരു ശൈലിയൊക്കെ മാറ്റിയിട്ട് ചേട്ടനെ ചേട്ടാന്നും ചേച്ചിനെ ചേച്ചിനും 1 വയസ്സിന് 2 വയസ്സിനൊക്കെ മൂപ്പുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ ബഹുമാനം അത് നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് കിട്ടൂ. നമ്മൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ അളന്ന് കിട്ടുള്ളൂ എന്നുള്ളൊരു ബൈബിൾ വചനം ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പറയണത്, നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് തന്നെ നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. അതിന് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ കുറച്ചും കൂടി ലാളിത്യത്തോടെ അല്ലെങ്കിൽ എളിമയോടുകൂടി വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അല്ലേ. താങ്ക് യു.